ഒന്ന് എണീറ്റ് പോയിക്കൂടെ? അമ്മേ ദാ വരുന്നു. ഡീ, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുക? ആരെ കെട്ടിക്കുന്ന കാര്യം ആലോചിക്കുന്നത്? എടാ, നീ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇതൊക്കെ എല്ലാ ഫാമിലിയിലും ഉള്ളത് തന്നെയാ. നിനക്ക് അവളെ കുറിച്ച് അറിഞ്ഞുകൂടാത്തോണ്ടാ. ഹലോ, അതെ, ഞാൻ ദേ വരുവാ. എന്നാ പിന്നെ വാ, ഞാൻ വീട്ടിലേക്ക് തരാം. ഓക്കെ. ഹേ മനുഷ്യ, തന്റെ ഫോൺ എന്തിയേ? എത്ര പ്രാവശ്യം വിളിച്ചു ഞാൻ. ഒന്ന് എടുത്തൂടെ? അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജിനെങ്കിലും റിപ്ലൈ ചെയ്യാൻ വയ്യായിരുന്നോ? മൊബൈൽ സൈലന്റ് ആയിരുന്നോ? അറിഞ്ഞില്ല. അല്ലേലും എബി എന്തേലും അറിയാറുണ്ടോ? ഇത് ഇന്നെങ്ങനെ ശരിയാവോ? ഡൗട്ടാണ്. നടന്നു പോവേണ്ടി വരുമോ? വേണ്ട, നമുക്ക് ബസ്സിൽ പോവാം. എന്നാലും പറയരുത് ഓട്ടോയ്ക്ക് പോവാന്ന്. എടോ നിക്ക്, ഞാനും വരാം. അവിടെ വന്ന് വളവളാന്ന് സംസാരിക്കരുത്. ആരോട് എന്ത് സംസാരിക്കാൻ? ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ. എന്തിനാ താൻ ഇങ്ങനെ പറഞ്ഞത്? ഞാൻ കൂടെ വരണോ? ഇത് കൊള്ളാലോ. എനിക്ക് വയ്യ, ഞാൻ പറഞ്ഞു. അഞ്ജു നിക്ക്, ഞാൻ ഒന്ന് പറയട്ടെ. അഞ്ജു, അപ്പോ നീ പറഞ്ഞത് ആ പ്രോഗ്രാമിന് പോയില്ലെന്നല്ലേ? ഇത്രയും നേരം പച്ച മലയാളത്തിലല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്. അവള് പകുതി വരെ വന്നിട്ട് തിരിച്ചുപോയി. ഒന്നും പറയാനും പറ്റിയില്ല, ചോദിക്കാനും പറ്റിയില്ല. അപ്പൊ നീ പുറത്തു പോണെന്ന് പറഞ്ഞ കാര്യം എന്തായി? ആ, ആയി വരുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ, കുറെ സമയമായി. ആ ശരി, എന്നാ ശരി. മോളെ, മോളെ, 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. മോൾ എവിടുന്നാ വരുന്നേ? ഇല്ലച്ചോ, ഞാൻ ഈ ഇടവകയിലുള്ളതല്ല. എന്തോ ഉള്ളിൽ കാര്യമായി വിങ്ങുന്നുണ്ടല്ലോ. എന്തായാലും അവിടുത്തെ മുന്നിൽ എല്ലാം സമർപ്പിച്ചില്ലേ? പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവും. എങ്കിൽ പൊയ്ക്കോളൂ.
നേരം വൈകിക്കണ്ട, ഇനി വരുമ്പോ കാണാം. ശരി അച്ഛോ. എന്താ എന്തു പറ്റി? സ്വപ്നം കണ്ടതാ. നിങ്ങൾക്കിതല്ലേ ഉള്ള ജോലി. വല്ല പെമ്പിള്ളേരൊന്നും തല്ല് കിട്ടി കാണും. മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ. ഹലോ, ഗുഡ് ഈവനിങ്. ഇത് ബെർഫിനി സൊല്യൂഷൻസിൽ നിന്ന് ബിൻസിയാണ്. എബി അല്ലേ സംസാരിക്കുന്നത്? അതെ പറഞ്ഞോളൂ മാം. എബിയുടെ വിസ വന്നിട്ടുണ്ട് കേട്ടോ. ആണോ? ടിക്കറ്റ് എന്നത്തേക്കാ നോക്കേണ്ടത്? മാം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? മതി, പക്ഷേ 2 ദിവസത്തിനുള്ളിൽ പറയാൻ നോക്കണേ. ശരി മാം, പറഞ്ഞോളാം. എന്താ മാഷെ കണ്ണടച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നെ? എന്താ എബി, കാര്യം പറ. നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. എന്തായാലും ഞാൻ നിന്റെ ഭാര്യ തന്നെയല്ലേ. തന്നോട് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ട കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ, ഇന്നലെ രാത്രി ഞെട്ടി എഴുന്നേറ്റ സ്വപ്നമല്ലേ? ആ അത് തന്നെ. പറഞ്ഞോ കേക്കട്ടെ. അതല്ലടോ, ഇതിനു മുമ്പ് ഞാൻ അവളെ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്തോ വലിയ കഷ്ടപ്പാടിൽ പോണ പോലെ. അതൊക്കെ ഇരിക്കട്ടെ, ആരാ കക്ഷി? ഓ, കാണാനൊക്കെ സുന്ദരിയാണല്ലോ. എന്താ പേര്? വർഷ. എന്തു പറ്റി വിട്ടുകളയാൻ? സാഹചര്യങ്ങൾ. പിന്നെ അവളുടെ കല്യാണം കഴിഞ്ഞെന്നാ കേട്ടത്. ചിലപ്പോ ഡിവോഴ്സ് വല്ലതും ആയി കാണും. ഇപ്പൊ തന്നെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുവായിരിക്കും. ഒന്ന് പോടോ. ഇല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. സത്യം പറ, തനിക്ക് അവളെ കാണാൻ ആഗ്രഹമില്ലേ? എന്താ എന്ത് പറ്റി? ആഹാ, എക്സ് ലവറിനെ കിട്ടിയതിന്റെ സന്തോഷത്തിലല്ലേ? ആ, അതൊരു സർപ്രൈസാ. നമുക്കൊന്ന് പുറത്തു പോയാലോ? നീ സർപ്രൈസ് വെക്കാതെ കാര്യം ഒന്ന് പറഞ്ഞേ ബി. എടോ, എന്റെ വിസ വന്നു. നെക്സ്റ്റ് വീക്ക് പോണം. ഓ, അതാണ് ഇത്ര വലിയ കാര്യം. എന്താ തനിക്ക് സന്തോഷം തോന്നുന്നില്ലേ? എടോ, പോകുന്നതിന് മുമ്പ് ബോർഡിങ്ങിൽ പോയി കുഞ്ഞിനെയും കൂട്ടി ഒരു ട്രിപ്പ് പോയാൽ കൊള്ളാവുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഏതാ ഈ ഏജൻസി? വിശ്വസിക്കാവോ? ഇറ്റ്സ് ബ്രഫനി. വി ക്യാൻ ട്രസ്റ്റ് ദം ഓൾവേസ്. നിങ്ങൾ നല്ല പണിയാ കാണിച്ചേ. ചേച്ചി അത് പിന്നെ നിങ്ങളെന്താ പറയാതെ പോയേ? ഏയ് ഒന്നുമില്ല. കാര്യം പറ. വണ്ടിക്ക് പണിയുണ്ടോ? അത് കുറച്ച്. എത്രയോ? ചേച്ചി അത് എന്തായാലും ഞാൻ വന്ന് തട്ടിയോണ്ട് സംഭവിച്ചല്ലേ. നിങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിൽ ക്യാഷ് അടച്ചേ? അതെ, ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവനാണ് പറഞ്ഞത് വേറെ പ്രശ്നമാവുന്നതിന് മുമ്പ് ഒതുക്കി തീർക്കാൻ. ഇങ്ങനൊരു അവസ്ഥ ആയതുകൊണ്ടാണ്. എത്രയാ അടച്ചത്? ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങൾ ക്യാഷ് അടച്ച് ബില്ല് വാങ്ങിച്ചോണ്ട് പോയിന്ന്. നമ്പർ പറ, ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. നമ്പർ പറയടോ, ഞാൻ ഇപ്പൊ ചെയ്തുതരാം.
എടി എന്താ പ്രശ്നം കേരള? ആരാ നിങ്ങൾ സോറി, ഇതെന്റെ ഹസ്ബൻഡാ. നിങ്ങൾ പൊയ്ക്കോ. പോയി വണ്ടി കയറി, ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ട്. കഷ്ടം തന്നെ. ഇതൊക്കെ ഏതാടാ? ആ ചേച്ചിയുടെ വിധി. ഇറങ്ങിയിട്ട് കാര്യമില്ല. അച്ചോ, ആ അല്ല, ആരാ ഇത്? എവിടെയായിരുന്നു 2 ദിവസം? ഒന്നും പറയണ്ട അച്ചോ, ചെറുതായിട്ടൊരു പനിയടിച്ചു. ഈ നെറ്റിക്ക് എന്താ പറ്റിയേ? അത് പറയാനാണെങ്കിൽ വലിയൊരു കഥയാ. കുട്ടി പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. എന്റെ ഡ്രൈവിംഗ് അടിപൊളിയായതുകൊണ്ട് സിഗ്നൽ ഇടാതെ ഒന്ന് ക്രോസ് ചെയ്തു. ഒരു ഓട്ടോ വന്നിടിച്ചു. എന്നിട്ട്? നെറ്റി മുറിഞ്ഞും ബോധം പോയി. അവരെന്നെ അടുത്ത് ഹോസ്പിറ്റലിലാക്കി. അതിലൊരാള് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിരുന്നതാ. വല്ല കേസോ വഴക്കോ ആവോന്ന് പേടിച്ച് ക്യാഷ് കൊടുത്ത് അവര് പോയി. സംഗതി എന്റെ മിസ്റ്റേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ അന്വേഷിച്ചു പോയി. അങ്ങനെ അവരുടെ കൂടെ എന്നെ കണ്ടേന് കെട്ടിയോനാകെ പ്രശ്നം ഉണ്ടാക്കി. പുള്ളിക്കാരന് നേരത്തെ സംശയം ഉണ്ടായിരുന്നോ? ഇത് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയി. അവിടെ വെച്ച് എന്റെ പഴയ കാമുകനെ കണ്ടു. ഒന്ന് ചിരിച്ചു സംസാരിച്ചു. അത് പുള്ളിക്കാരൻ കണ്ടു. അവിടെ വെച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ പുള്ളിക്കാരനാകെ മാറി. ഇതിനെക്കുറിച്ച് തന്നെയായി ചോദ്യം. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കി. ഇപ്പൊ അവന്റെ മനസ്സിലോ ചിന്തയിലോ പോലുമില്ല അദ്ദേഹം കുഞ്ഞും മാത്രമേ ഉള്ളൂ എന്ന്. വിശ്വസിക്കാൻ കൂട്ടാക്കിയതേയില്ല. അന്നു മുതൽ ഞാൻ എവിടെ പോയിട്ട് വന്നാലും എന്റെ മൊബൈൽ ചെക്ക് ചെയ്യും. വേറൊന്നിനും സമയം കിട്ടിയില്ലെങ്കിലും പുള്ളി ഇതിന് കറക്റ്റായിട്ട് സമയം കണ്ടെത്തും. അന്ന് കണ്ടതിന് ശേഷം അവനെ പിന്നെ കണ്ടായിരുന്നോ? ഇല്ലച്ചോ, അതിന് ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പരസ്പരം തുറന്നു പറയുന്നതിന് മുൻപേ എന്റെ വീട്ടിലെ കല്യാണത്തിന് തിടുക്കമായി. അച്ചോ, ഒരു കോളുണ്ട്. ശരി അച്ചോ, നാളെ കാണാം. എന്നാ ശരി. ഹായ്. എടി, നീ എവിടായിരുന്നു? എത്ര വട്ടം ഞാൻ മെസ്സേജ് അയച്ചു, വിളിച്ചു. ആക്ച്വലി കുറച്ച് തിരക്കായിരുന്നു. അല്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാനിരിക്കുമായിരുന്നു. ഓ, നിന്റെ തിരക്കൊക്കെ എനിക്ക് അറിയാന്നല്ലേ. പിന്നെ പറ, എന്തായി അവന്റെ കാര്യം? എന്താകാൻ? അവന് മെസ്സേജ് അയച്ചിട്ട് നോ റിപ്ലൈ. അവനിപ്പോ ഇന്ത്യയിലില്ല. പുതിയ സ്ഥലം FBയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. നീ ഇങ്ങനെ ഡെസ്പാവല്ലേ. ആശാൻ ചിലപ്പോ തിരക്കിലായിരിക്കും. FB നോക്കിയിട്ടുണ്ടാവില്ല. നീ ഒന്നുകൂടെ ട്രൈ ചെയ്. ആ, നോക്കാം. അവനിവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞത്. FB അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നീ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. അവൻ ഒറ്റയ്ക്കായിരിക്കും. ആ, ഇനി രാവിലെ എങ്ങാനും നോക്കാം. എന്നാ പിന്നെ നാളെ വിളിക്കാം. ശരി എന്നാ. ഓക്കെ. അച്ചോ, എന്താച്ചോ, എവിടേക്കെങ്കിലും പോവാണോ? അതേ മോളെ, എന്റെ അനിയനും ഭാര്യയും ഈ അടുത്തൊരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. അവർക്ക് ഒരു കുട്ടിയുണ്ട്, അസുഖക്കാരിയായ കുട്ടി. ആ കുഞ്ഞിനെ നോക്കാൻ ഒരു ആയ ഉണ്ടായിരുന്നു. അവര് ഇപ്പൊ അടുത്തില്ലാത്തത് കാരണം വളരെ ബുദ്ധിമുട്ടില്ല. അത് പിന്നെ എങ്ങനെയാച്ചോ? ഞാൻ ആരോടെങ്കിലും അടുത്ത് വന്നാ കർത്താവ് അവരെ എന്നെ നകറ്റും. നീ എന്താണോ കർത്താവിന് മുന്നിൽ മുട്ടൂത്തി അപേക്ഷിച്ചത് അത് നിനക്ക് കിട്ടും. ഇന്നലെ വരെ നിന്റെ വിഷമങ്ങൾ കേൾക്കാൻ ഞാനുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് വേറൊരു ഉത്തരവാദിത്വമുണ്ട്. ഓർക്കുക, നീ ഒരു കുടുംബിനിയാണ്. നിനക്കൊരു കുഞ്ഞുണ്ട്. നിന്റെ സ്നേഹത്തിനായി കാത്തിരിക്കുന്നു. ശരി അച്ചോ. ഹലോ. ഹലോ. എടോ, തന്നെയല്ലടോ ഞാൻ പ്രേമിച്ചത്. ആ, അങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? റിയലി മിസ് യു. എത്ര നാൾ കാത്തിരുന്നു തന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ. പിന്നെ വൈഫും കുഞ്ഞും എന്തു പറയുന്നു? എത്ര കുട്ടികളുണ്ട്? ഒരാള്. അവരൊക്കെ നാട്ടിലല്ലേ? കൊണ്ടുവന്നില്ലേ? ഞാൻ സമാധാനമായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
ഞാൻ മെസ്സേജ് ഡിലീറ്റ് ചെയ്യും കേട്ടോ. എന്തിനാ മെസ്സേജ് ഡിലീറ്റ് ആക്കുന്നത്? വെറുതെ ഹസ്ബൻഡ് ഇട വഴക്കും അറിയും. എന്തേ സംശയമുണ്ടോ? എങ്കിലെല്ലാം ഡിലീറ്റ് ആക്കിക്കോ. ഹസ്ബൻഡ് ചാറ്റെല്ലാം നോക്കൂ. ചാറ്റ് നോക്കും. എങ്കിലേ എല്ലാം ഡിലീറ്റ് ചെയ്തേക്ക്. ചാറ്റ് ഡിലീറ്റ് ആക്കിക്കോ. ബ്ലോക്ക് ചെയ്യണ്ട പ്ലീസ്. ഇല്ല, അത് പറ്റില്ല. ഇനി എപ്പോ വിളിക്കും? പറ്റുമ്പോ വിളിക്കാം. ഹലോ. ഹലോ. നിനക്ക് സുഖാണോ? ആ. നീ എന്ത് ചെയ്യുന്നു? എന്തു പറ്റൊരു വിഷമം? ഏയ് ഒന്നുമില്ല. ഗേൾഫ്രണ്ട് വിളിച്ചില്ലേ? ഒന്ന് പോയേ നീ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതെ, എനിക്കൊരു കോള് വരുന്നുണ്ട്. ആ ഗേൾഫ്രണ്ട് അല്ലേ വിളിക്കുന്നേ? താനൊന്ന് വെച്ചിട്ട് പോയേ. വെണ്ണിലാവ് മെല്ലെ 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 താഴെ വന്നു നിന്ന പോലെ രാഗാനുരാഗം തുളുമ്പുന്ന വീഥിയിൽ നീയോട് നീ ചേർന്ന് കാതോട് കാതോരം മൂളി വന്ന തെന്നലായി നീ. ഹായ്. താനിത് എവിടെയായിരുന്നു? എത്ര നേരമായി തന്റെ കോള് കാത്തിരിക്കുന്നു. സോറി, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. വാട്ട്? എന്താ, എന്തു പറ്റി? ഇനി ഹസ്ബൻഡ് എന്തെങ്കിലും? ഏയ് അതൊന്നും അല്ല, പപ്പയ്ക്ക് വയ്യാതായി, അതുകൊണ്ടാ. ഞാൻ വീട്ടിലാ. എന്നിട്ടിപ്പോ ഹസ്ബൻഡ് എന്തി? പുള്ളി ഹോസ്പിറ്റലിലാ. പപ്പയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ഓക്കെ വരുന്നു. തനിക്കറിയാമോ ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചു? അതെനിക്ക് അറിയാവുന്നുണ്ടല്ലേ ഞാനിപ്പോ വിളിച്ചേ. ഒന്ന് വീഡിയോ കോൾ ചെയ്തോട്ടെ? ഇപ്പൊ വേണ്ട. പിന്നെ എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുന്നേ? അതെ, പഴയതുപോലൊന്നും വേണ്ട കേട്ടോ. എന്തുവാടോ? ഹലോ, പോയോ? ഇല്ലില്ല. തന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ഇത്രയും നാളും അങ്ങനെ തന്നെ അല്ലായിരുന്നോ? തനിക്കറിയാമോ, തന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പഴയതെല്ലാം മറന്നേക്ക്. എന്താ താൻ ഉദ്ദേശിച്ചത്? മനസ്സിലുള്ളതെല്ലാം മറക്കണം. എന്തിനാടോ? തനിക്കൊരു പ്രോബ്ലം വരാതെ ഞാൻ നോക്കിക്കോളാം. അതെ, ഒരാള് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ. ആ പറഞ്ഞോ. ഇതിൽ കൂടുതൽ പ്രോമിസ് വേണോ? എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എന്താടോ പറ. പിന്നെ പറയാം. അതെ, പതുക്കെ മതി. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇനിയെങ്കിലും എന്നെ ഇട്ടിട്ട് പോകരുത്. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. തന്നെ എനിക്ക് കെട്ടാനോ പറ്റിയില്ല. എന്താടോ, തന്നെ ഞാൻ സ്നേഹിച്ചത്രയും മറ്റാരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തെ? തനിക്ക് തോന്നുന്നുണ്ടോ തന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ലാന്ന്? ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോഴും
താൻ്റെ ജീവനാ. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. പ്ലീസ്. സത്യം പറഞ്ഞാ എനിക്ക് കരച്ചിൽ വരുന്നു. എന്തിന്? തന്നെ നഷ്ടമാക്കിയാണ്. അവിടെ വന്ന് തന്നെ കണ്ടിട്ട് തന്റെ നെറ്റിയിലൊരു ഉമ്മ തരാൻ തോന്നുന്നു. നിങ്ങളുടേത് ലവ് മാരേജ് അല്ലായിരുന്നോ? അത് പിന്നെ പറയാം. ഞാൻ ബ്ലോക്ക് ചെയ്യുവാണേ. എന്തിന്? ഹസ്ബൻഡില്ലല്ലോ. വീട്ടില് ഗസ്റ്റ് വരുന്നു. അതെ, നാളെ വിളിക്കണേ. 2 മിനിറ്റെങ്കിലും. പറ്റില്ല. മനസ്സിലുള്ളത് കളഞ്ഞാ നോക്കാം. ഒന്ന് പോടോ. മനസ്സിലെ പ്രണയത്തെ സൗഹൃദമാക്കാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചവർക്ക് കഴിയത്തില്ലടോ. അതെ, ബ്ലോക്ക് ചെയ്യുക. ഹസ്ബൻഡ് വന്നു. അലക്സേ. എബി, എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുക? എവിടെയായിരുന്നു നീ? എന്റെ പൊന്നളിയെ ഒന്നും പറയണ്ട, ഭയങ്കര ട്രാഫിക് ആയിരുന്നു. പണ്ടാരം കുറച്ചു നേരം കൊണ്ട് ഒരു കോൾ വന്നോണ്ടിരിക്കുക. നീ ആദ്യം ഫോൺ എടുത്ത് സംസാരിക്കേ. ഹലോ, എബി അല്ലേ? എന്താ? പറഞ്ഞോളൂ. എബിയുടെ വൈഫിനെ പറ്റിയുള്ള ഒരു കാര്യം സംസാരിക്കാനാ. ഓക്കെ. ഒന്ന് നേരിൽ കാണാൻ പറ്റുമോ? അത്ര അത്യാവശ്യമാണ്. ഞാൻ ഉടനെ നാട്ടിൽ വരാം. എടാ, എനിക്ക് എമർജൻസി ആയിട്ട് ഒന്ന് നാട്ടിൽ പോകണം. ടിക്കറ്റ് എടുക്കാൻ കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യണം. എങ്കിൽ ഞാൻ കോൺഫിഡൻസ് ട്രാവൽസിന്റെ നമ്പർ തരാം, വിളിച്ചു നോക്ക്. അത് ശരിയാ, നല്ല ഏജൻസി അവന്മാരുടെ. താ ഒന്ന് വേഗം റെഡിയാവും, നമുക്കൊരു സ്ഥലം വരെ പോണം. ഇത്ര ധൃതി പിടിച്ച് എങ്ങോട്ടാ? അതൊക്കെ പറയാം, വേഗം ഇറങ്ങാൻ നോക്ക്. ഹായ്, വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച സ്വപ്നത്തിൽ പോലും കരുതിയില്ലേ അല്ലേ? സത്യം പറയാലോ, ഇതുവരെ എനിക്കൊന്നും ഡൈജസ്റ്റ് ആയിട്ടില്ല. ഇത് വായിച്ചു നോക്കൂ, എല്ലാം ഡൈജസ്റ്റ് ആവും. എന്താ എബി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരാ ഇത്? പറഞ്ഞാ താ ഒരു പക്ഷെ അറിയും. എന്നുവെച്ചാ? ഇതാണ് വർഷ. മൊബൈൽ ഒന്ന് കാണിക്കാമോ? അപ്പൊ വർഷ? ഞാൻ വർഷയാണ്, പക്ഷെ താൻ ഉദ്ദേശിക്കുന്ന വർഷ ഇതാണ്. എടോ, ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് പൊസസീവ്നെസ് കാണിക്കുന്നത് സ്വാഭാവികമാണ്. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? അവൻ എപ്പോഴോ സ്വപ്നം കണ്ട കാര്യം താനുമായി ഡിസ്കസ് ചെയ്തു. അത് താൻ തന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളുമായി ചിന്തിച്ചുകൂട്ടി. എന്നിട്ട് സ്വയം അങ്ങ് തീരുമാനിച്ചു. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനെ പറ്റിയെങ്കിലും ആലോചിക്കാമായിരുന്നു. എന്തിനാ കുഞ്ഞിനെ ബോർഡിങ്ങിലാക്കിയത്? എബി തന്നോട് എത്ര തവണ പറഞ്ഞു കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരാൻ. അതിന് താൻ സമ്മതിച്ചില്ല. കാരണം തനിക്ക് കിട്ടാനുള്ള സ്നേഹം ആരും കൊണ്ടുപോകാതിരിക്കാനല്ലേ? അല്ലേ? അതെ, ഇവർ തമ്മിൽ എത്ര പരിചയമുണ്ടെന്ന് തനിക്കറിയാമോ? ഞങ്ങൾ തമ്മിൽ വളരെ കുറച്ചു കാലത്തെ അടുപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പോയി. പിന്നെ ഇന്നാ കാണുന്നേ. ആദ്യം നിങ്ങള് കുഞ്ഞിനെ കൂടെ നിർത്താൻ നോക്ക്, പിന്നെ ബാക്കിയെല്ലാം ശരിയാവും. മമ്മി